വേറിട്ട ചിന്തയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വരം കൊണ്ടല്ല, ഫലം കൊണ്ടത്രേ വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. വേറിട്ട ചിന്തയുടെ 145 എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്നാനപ്പെടുത്തുന്നതായിരുന്നു. ആ കർമ്മത്തിൽ വചനലംഘനവും മര്യാദ ലംഘനവും അതിൽ പ്രകടമായത് വചനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ ആ വീഡിയോ എനിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ ഞാനത് ഡിലീറ്റ് ചെയ്യുകയും എന്നാൽ അല്പം കൂടി കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് രണ്ടാമത് ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ നിർബന്ധിതനായി വന്നു. കാരണം ഇന്നലെ രാത്രിയിൽ ആ സ്നാനപ്പെടുത്തിയ വ്യക്തി ആണ് എന്ന് പറഞ്ഞ റാണി എന്ന് പറയുന്ന ഒരു സഹോദരി എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ ആ സഹോദരിയുടെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വരം കൊണ്ടല്ല ഫലം കൊണ്ടത്രേ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. മരം ഒരു വരം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരം കൊണ്ട് മനുഷ്യൻ്റെ ജീവന് പ്രകൃതിയുടെ നിലനിൽപ്പിന് വയ്ക്കുകയും ആവശ്യമായ അനേക കാര്യങ്ങളുള്ളതുകൊണ്ടാണ് മരം ഒരു വരം എന്ന് പറയുന്നത്. എന്നാൽ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തി വ്യാപരിക്കുന്നവരുടെയും പലവിധമായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചില മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടേക്കാം. എന്നാൽ അത് തന്നെ പരിശുദ്ധാത്മാവിനാലും നടത്തപ്പെടുന്നു. ഇത് തിരിച്ചറിയുന്നത് വരം കൊണ്ടല്ല, ഫലം കൊണ്ടാണ്. ഈ പ്രിയ സഹോദരി എന്നെ വിളിച്ചിട്ട് ആദ്യം വളരെ സഭ്യമായ ഭാഷയിൽ ശാന്തമായ രീതിയിൽ എന്നോട് പറഞ്ഞു, താങ്കളുടെ വീഡിയോയിൽ എൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്നോടൊന്ന് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അവരുടെ നമ്പർ അതിനകത്തില്ല. ആദ്യമായി പറയട്ടെ, ഈ വീഡിയോ എനിക്ക് 6 പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ തന്നത് ഒരു പ്രത്യേക വീക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. ബാക്കി 5 പേര് അയച്ചു തന്നതിൽ രണ്ടോ മൂന്നോ പേര് അയച്ചു തന്നതിനകത്ത് അവരുടെ വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ചാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ വളരെ വൈറലായി പോയെന്ന്. ആദ്യം തന്നെ മനസ്സിലാക്കുക, വേറിട്ട ചിന്തയിൽ എന്നുള്ള ചാനലിൽ മാത്രമല്ല ഈ വീഡിയോ വൈറലായി പോയതാണ്. അനേകർ ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. മടങ്ങി വരട്ടെ, ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ആ വസ്ത്രധാരണയെ നിങ്ങൾ എടുത്ത് കാണിച്ചത് അത് എന്നെ ഇൻസൾട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കെതിരെ അവർ ഒരു ലൈവും ചെയ്തിട്ടുണ്ട്, മറ്റൊരു വീഡിയോയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലവർ പറയുന്നത് അവരുടെ ദൈവം അവരോട് പറഞ്ഞിട്ടാണ് അവരാ വസ്ത്രം ധരിച്ചതെന്ന്. വളരെ ശ്രദ്ധിക്കുക, ആവശ്യമെന്ന് തോന്നിയാൽ അതിൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അവരുടെ ദൈവം അവരോട് പറഞ്ഞിട്ടാണ് അവരാ വസ്ത്രം, അതായത് സ്ലീവ്ലെസ് ആയിരിക്കുന്ന ഒരു ചുരിദാർ, അതിൽ നെറ്റ് കൊണ്ടാണ് അതിൻ്റെ കൈ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തുള്ള ഭാഗമൊക്കെ കാണാമല്ലോ. അത് അവരുടെ ദൈവം അവരോട് പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് അവരാ ലൈവിൽ പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ കാണിച്ചത് എന്നെ ഇൻസൾട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ രണ്ടും കൊണ്ട് കൂട്ടി ഒന്ന് കടിപ്പിക്കട്ടെ. ആ ഫോട്ടോ ജനസമക്ഷം വന്നപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്തുവെങ്കിൽ ഈ ഇൻസൾട്ട് ചെയ്യത്തക്ക നിലയിൽ ഒരു പ്രത്യക്ഷത, ഒരു വസ്ത്രധാരണം നടത്തണമെന്ന് അവരോട് പറഞ്ഞ ദൈവം ആരാണെന്നാണ് ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത്. അവരെ നാണം കെടുത്തത്തക്ക നിലയിൽ, അവരെ ഇൻസൾട്ട് ചെയ്യത്തക്ക നിലയിൽ അവർ വസ്ത്രം ധരിക്കണമെന്ന് അവർക്ക് ഉപദേശം കൊടുത്ത ദൈവം ആരാണെന്ന് അവരുടെ അനുഗാമികളായിരിക്കുന്ന, അവരുടെ അടുക്കൽ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നവർ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ചില ഭാഗങ്ങൾ ഞാൻ അവരുടെ സംഭാഷണത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ. ആദ്യം തന്നെ ഈ വേറിട്ട ചിന്ത എന്നുള്ള പരിപാടി, ഇത് ദുരുപദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വചനപ്രഘോഷണ പഠന ചാനലാണ്. ഇതിൻ്റെ 2 വർഷത്തോളമായി ഈ ചാനൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, ഈ ചാനലിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ അനന്തരഫലമായി അനേക ആളുകൾ ദുരുപദേശത്തിൽ നിന്നും തിരിച്ചു വന്നുള്ളത് എനിക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചാരിതാർത്ഥത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിട്ട് ചിലരുടെയൊക്കെ ക്ലാസ് കേട്ടിട്ട് യേശുനാമത്തിലുള്ള സ്നാനമാണ് ശരി,
എന്ന് ധരിച്ചു വീണ്ടും സ്നാനപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്ന പലരും വേറിട്ട ചിന്തകളെന്നുള്ള ഈ വചന പഠന പരമ്പരയിലൂടെ അവർ സത്യം മനസ്സിലാക്കി സത്യത്തിൽ ഉറച്ചു നിന്ന് ദുരുപദേശത്തിൻ്റെ കുരുക്കൽ വീഴാതെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനേകർ തന്നെ. യേശു ദൈവമാണെങ്കിൽ നമ്മളും ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുടെ പിടിയിൽ നിന്ന് അനേകർ മടങ്ങിപ്പോന്നു. സഹോദര, താങ്കളുടെ വീഡിയോയാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് എന്നോട് പലരും പറഞ്ഞു. എന്ത് പാപം ചെയ്താലും സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് പഠിപ്പിക്കുന്നവരുടെ ഗ്രൂപ്പിൽ നിന്ന് അനേകർ പിരിഞ്ഞുപോയി. അവർ സത്യത്തിലേക്ക് വന്നു. യേശുവിനെ കൂടാതെ മധ്യസ്ഥന്മാരും ഉണ്ടെന്ന് പഠിപ്പിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ യേശുവാണ് ഏക മധ്യസ്ഥനെന്നുള്ള പഠന ക്ലാസ് ചെന്നപ്പോൾ, മാത്രമല്ല വിഗ്രഹാരാധന തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞ് വിശ്വസിച്ച് സ്നാനമിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനായി തീരുമാനമെടുത്തു പോന്ന പലരും ഉണ്ടത്രേ. കൃപായുഗത്തിൽ രക്ഷയ്ക്ക് സ്നാനം വേണ്ട എന്ന് കേട്ടിരുന്ന പലരും വേറിട്ട് ചിന്തകളെന്നുള്ള പഠന പരമ്പര കേട്ടിട്ട് സ്നാനം അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ട് സ്നാനത്തിന് തീരുമാനമെടുത്ത അനേകർ ഉണ്ട്. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ. എൻ്റെ ശ്രോതാക്കളുടെ പ്രാർത്ഥനയും ഈ സഹോദരനിലൂടെ ചെയ്തു വരുന്ന ശുശ്രൂഷയിലൂടെയും ദൈവം ചെയ്തെടുത്ത വലിയ മഹത്കരമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വേറിട്ട ചിന്തകളും വചന പഠന പരമ്പരയ്ക്കെതിരെ വലിയൊരു ശത്രു ഗണമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. അതൊന്നും എനിക്ക് ഗൗരവമേറിയ വിഷയമല്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, സഹോദര, ഇങ്ങനെയൊക്കെ പോയാൽ താങ്കളുടെ ജീവിതം അപകടത്തിലാകും കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുക, ചില പാസ്റ്റർമാരാണെന്ന് പേര് പറഞ്ഞ് നടക്കുന്ന ചിലരുടെയൊക്കെ കൊട്ടേഷനിൽ വിധേയപ്പെട്ട് വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഏത് അദ്ദേഹത്തെ സംഭവിച്ചതിലല്ല, സോറി. അതിൻ്റെ കാരണം പറയാം. കർത്താവിൻ നമ്മളിങ്ങനെ പാടാറില്ല, ജീവൻ വെച്ചിടും ഞാൻ ക്രൂശിനെ നോക്കി അന്ത്യശ്വാസം വരെയും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് അവൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലുത് അവൻ്റെ നാമത്തിനു വേണ്ടി നമ്മുടെ ജീവനെ അർപ്പിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊന്ന് പറയട്ടെ, ഈ അനേകർ സുവിശേഷ വിരോധികളാൽ അക്രൈസ്തവരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അരുമനാഥൻ അങ്ങനെയല്ലായിരുന്നു. ഇതേ പ്രമാണത്തിൽ നിന്ന് യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കയ്യാലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗൂഢാലോചന നിമിത്തമാണ് നമ്മുടെ കർത്താവ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കർത്താവ് മാത്രമേ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. എനിക്കും അങ്ങനൊരു ഭാഗ്യം കിട്ടിയാൽ, അതായത് ഈ ബൈബിളും ചുമന്ന് നടന്ന് ദശാംശ സ്തോത്രകാഴ്ചയൊക്കെ മേടിച്ചിട്ട് സുവിശേഷ വേലയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സഹോദരിയാകട്ടെ സഹോദരന്മാരാകട്ടെ ആരുമാകട്ടെ, അവരാലോ അവരയക്കുന്ന ഗുണ്ടകളാലോ കൊല്ലപ്പെടാനൊരു ഭാഗ്യം കിട്ടിയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും എൻ്റെ ജീവിതം വലിയ ഭാഗ്യപൂർണ്ണമായി തീരുന്നുവെന്നും ഞാൻ വിശ്വാസത്തോടു കൂടി സധൈര്യം ഞാൻ അവതരിപ്പിക്കട്ടെ. സാധാരണ ഈ യൂട്യൂബിലൂടെ ഇതുപോലുള്ള ദുരുപദേശങ്ങൾ ഖണ്ഡിച്ചുള്ള ക്ലാസ് ഇടുമ്പോൾ അവർക്ക് വചനം കൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ പറയുന്നത് സാമ്പത്തികത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരുത്തൻ തെങ്ങിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നേച്ച് നോക്കുമ്പോൾ താഴത്തോടെ ഒരുത്തൻ തെങ്ങക്കൂടെ കയറി വരിക. എന്നിട്ട് അവനോട് പറയുക, നീ കട്ട് തിന്നാനല്ലടാ, ഈ തേങ്ങ കട്ടുപറിക്കാനല്ലടാ ഇങ്ങോട്ട് കയറി വരുന്നേ എന്ന് ചോദിക്കുന്നത് പോലെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യൂട്യൂബിൽ കയറി നിന്നുകൊണ്ടല്ലേ ഇത് പറയുന്നത്? അപ്പോൾ എനിക്ക് മുൻപേ ഈ സാമ്പത്തിക മോഹം ഉണ്ടായത് നിങ്ങൾക്കല്ലേ? എന്നിട്ടാണോ ഇത് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം കൊണ്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഈ എന്നെ വിളിച്ച് സംസാരിച്ച സഹോദരിയുടെ പേര് റാണി എന്നാണെന്ന് പറഞ്ഞത്. റാണി സഹോദരിയുടെ ആദ്യം പറയട്ടെ, നിങ്ങൾ ഈ ബാംഗ്ലൂരിലാണെന്നും യു എയിലാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഈ യു എയിലൂടെയും ബാംഗ്ലൂരിലൂടെയൊക്കെ നടക്കാതെ, ഈ ധനാഢ്യന്മാരായവരുടെയും പട്ടണത്തിൻ്റെ നടുവിലൂടെ നടക്കാതെ ഞങ്ങളുടെ ഹൈ റേഞ്ചിലേക്ക് വാ. ഈ കുന്നും മലയ്ക്ക് കയറി സുവിശേഷം കേൾക്കാത്ത അനേക പാവപ്പെട്ട ജനത്തിൻ്റെ നടുവിലേക്ക്, ദരിദ്ര ജനത്തിൻ്റെ ഇടയിലേക്കൊന്ന് വാ. ഞങ്ങൾ അവിടെയൊക്കെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇതൊന്നും എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടാറില്ല. കാരണം ഇതൊരു സാമ്പത്തിക വരുമാന മാർഗമല്ല. സഹോദരി, നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ പണി തരാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ 37 വർഷമായി സഹോദരി സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ട് 37 വർഷം.
എനിക്ക് ധാരാളം വിദേശ ബന്ധങ്ങളുണ്ട്, അനേകർ എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ എൻ്റെ വീടിൻ്റെ പണി തീർന്നില്ല, എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പണം ഇരുന്നതായ ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്ക്, ഞാൻ എൻ്റെ പ്രായശ്ചിത്തം ചെയ്യാം. മാത്രമല്ല, എൻ്റെ അപ്പൻ 16-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി 74-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു അന്ത്യം പ്രാപിച്ച ഒരു ദൈവദാസനായിരുന്നു. 1970 കാലഘട്ടങ്ങളിൽ തൊടുപുഴയിൽ ഞങ്ങളായിരുന്നപ്പോൾ ഒരു കുടുംബം മാത്രമേ അവിടെ രക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കുടുംബത്തെ ബേസ് ചെയ്ത് അവിടെ 3 വർഷം പ്രവർത്തിച്ച് 21 കുടുംബത്തെ കണ്ട് ഞങ്ങളവിടെ പോരുമ്പോൾ ഈ 3 വർഷത്തെ അനുഭവം പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറഞ്ഞെത്തിക്കാൻ കഴിയില്ല സഹോദരി. 1-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലൊന്നും ഭക്ഷിപ്പാനില്ല. അന്നൊക്കെ ഈ വർഷകാലത്ത് മധുരക്കിഴങ്ങെന്ന് പറയുന്ന ആ ഒരു കിഴങ്ങുണ്ടല്ലോ, അതൊക്കെ ആൾക്കാർ പറിച്ചിട്ട് അതിൻ്റെ കിഴങ്ങ് മണ്ണിനടിപ്പോയി അതവിടെ നിന്ന് മഴ പെയ്യുമ്പോൾ മുളച്ചു വരും. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ, ഈ മഴക്കാലത്താണ് സ്കൂൾ തുറക്കുന്നത്, ഈ സ്കൂൾ വിട്ട് വരുമ്പോൾ അതിൻ്റെ മുള ഈ ഒരു ഇല്ലുകൊണ്ട് കത്തി പോലെ, അതായത് മുളയുടെ ഒരു കഷ്ണമെടുത്ത് കത്തി പോലെ കുറുമ്പിച്ച് വെച്ചിട്ട് അത് ഈ മുള കൊത്തി പറിച്ചെടുത്ത് മഴവെള്ളത്തിൽ കഴുകി അത് തിന്ന് മഴവെള്ളം കുടിച്ചിട്ടാണ് സഹോദരി അകത്ത് കയറിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഞാൻ എൻ്റെ സാക്ഷി ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളായിട്ട് എന്നെ പറയിപ്പിക്കുകയാണ്. എൻ്റെ കാരണം, യഹോവയുടെ ഭക്തന് ആര് ദോഷമായി വന്നാലും ദോഷങ്ങളെ ഗുണമാക്കി മാറ്റുന്നൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പണമുണ്ടാക്കാനാണെങ്കിൽ ധാരാളം അവസരം. ഇനി പറയട്ടെ, പണി തീരാത്ത വീടിൽ ഞാൻ പാർക്കുന്നത് അത് നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. എൻ്റെ ശ്രോതാക്കൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാനോട്ട് ആഗ്രഹിച്ച കാര്യവുമല്ല. എൻ്റെ സഹോദരിയോട് പറയട്ടെ, നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ പണക്കാരുടെ ഇടയിലൂടെ സുവിശേഷ വേലയെന്ന് പറഞ്ഞ് നടക്കാതെ ഹൈറേഞ്ചിലേക്ക് വാ. പാവപ്പെട്ടവരുടെ കോളനിയിൽ ചെന്ന് സുവിശേഷം പറയാൻ, കുന്നും മലകളും താണ്ടിക്കയറാൻ, ആന അടക്കമുള്ള മൃഗങ്ങളുള്ള ഞങ്ങളുടെ ഹൈറേഞ്ചിലേക്ക് വാ സഹോദരി. അവിടെയൊക്കെ നടന്ന് സുവിശേഷം പറയാതെ. ഇനി മറ്റൊന്ന് പറയട്ടെ, നിങ്ങളുടെ ആ വസ്ത്രത്തിൻ്റെ ആ ഭാഗം ഞാൻ എടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് വേദനയായെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആർക്കും ഇടർച്ച വരാൻ പാടില്ല. അതുകൊണ്ട് ഞാനതെടുത്ത് എൻ്റെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. കാരണം പ്രിയ സഹോദരിക്ക് അത് ഇൻസൾട്ടിങ്ങിന് കാരണമായി തീർന്നുവെങ്കിൽ ഞാനത് തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വസ്ത്രം നിങ്ങൾ ധരിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ബോധം തോന്നിയില്ലേ? അന്നേരം ആ മറ്റവും പറയിപ്പിച്ചതാണല്ലോ, അല്ല അത് ഇട്ടോളം പറയിപ്പിച്ചതാണല്ലോ. സോറി, അത് ഞാനോട്ട് വിട്ടുപോയി. പിന്നെ നിങ്ങളുടെ ലൈവിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ അസഭ്യം പറഞ്ഞെന്ന്. ഇത് കൃത്യമായും നിങ്ങൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇവർ വീഡിയോ നിങ്ങളുടെ സംഭാഷണത്തെ, എൻ്റെ സംഭാഷണത്തെ മാറ്റി മറിച്ച് വ്യാജം പ്രചരിപ്പിച്ച് എന്നെ ആക്ഷേപിക്കുമെന്ന് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നതുകൊണ്ടാണ് സഹോദരി ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തത്. അന്നേരം താങ്കളെന്താ പറഞ്ഞേ, എൻ്റെ കോൾ റെക്കോർഡ് ചെയ്യുവാണല്ലേ എന്ന്. കോൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾ അല്പം ആ പുലമ്പനം കൊണ്ട് കുറഞ്ഞല്ലോ. ഒടുവിൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞു, ഞാൻ കേരളത്തിലേക്ക് വരികയാണ്, അവിടെയുള്ള കള്ളന്മാരായ പാസ്റ്റർമാരെ വചനം പഠിപ്പിച്ച് അവർക്ക് ഓർഡിനേഷൻ കൊടുക്കാൻ വരുവാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ആ ദുഷ്ടശക്തിയെ ഞാൻ ആത്മാവിൽ കണ്ടിട്ടാണ് ഞാൻ ആ ശാസിച്ചത്. ശാസിച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ എൻ്റെ വാട്സാപ്പിൽ നിന്ന് ഇട്ട് തരാം, വോയിസ് ഇട്ട് തരാം. നിങ്ങൾ എത്ര ശാന്തമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, ഈ പത്രോസ് നല്ല ഒരു തീഷ്ണതയുള്ള ശിഷ്യനായിരുന്നു. പക്ഷേ പത്രോസിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോകുന്നു പറഞ്ഞു. അത് ശാസിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിനെ കൊടുത്തത്, സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് പങ്കിട്ടത് പത്രോസുമായിട്ടാണ്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്നുള്ള വെളിപ്പാട് പത്രോസിനാണ് ലഭിച്ചത്. സുവിശേഷത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയത് പത്രോസാണ്. അപ്പം അനേക മഹനീയമായ പദവികൾ കൊടുക്കുവാൻ കാരണം തന്നിലിരുന്ന ദുരാത്മാവിനെ കർത്താവ് ശാസിച്ചു. ഇത് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ നടന്നത്. ഈ പ്രിയ സഹോദരിയെ കൊണ്ട് ആ വസ്ത്രം ധരിപ്പിച്ച ഒരു സാധനമുണ്ടല്ലോ, അത് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരം വളരെ ശാന്തമായി. ലൈവിലും അവർ കള്ളമാണ് പറഞ്ഞെങ്കിലും വളരെ ശാന്തത. അപ്പോൾ ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഇവരുടെ പുലമ്പി, അതായത് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നുള്ള ഭാവത്തിൽ പോലും വകവയ്ക്കാതെ ഇവർ കണ്ടമാനം അലറിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങൾ അല്പം കൂടി ഭവ്യതയോടെ പക്വതയോടെ സംസാരിക്കുക. എൻ്റെ കോൾ ആ ശബ്ദം എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇവർ പറയുക, ഞാൻ സ്ത്രീയാണോ ഇല്ലയോ എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിക്കും, ഞാൻ ഫോൺ കൊടുക്കാമെന്ന്. ഞാൻ അപ്പോൾ കട്ട് ചെയ്തു. കാരണം ആ ഒരു പ്രതികരണം തീരെ തരം താഴ്ന്നു പോയി. സഹോദരി, ഒന്നും കൂടെ ചിന്തിച്ച് നോക്കിയേ.
ഞാൻ സ്ത്രീയാണോ അല്ലയോ എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ തരം താഴ്ന്നു പോയില്ലേ അത്? ഇതാണ് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്ന സാധനം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ്, വരം കൊണ്ടല്ല ഫലം കൊണ്ടാണ് നമ്മൾ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഒരു പ്രവചനം പറഞ്ഞെന്ന് കരുതിയോ, ഒരു രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് കരുതിയോ, ഒരു മിറക്കിൾ നടന്നെന്ന് കരുതിയോ, അവിടെയല്ല നമ്മൾ ആത്മീയരാണെന്നും നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണെന്നും തിരിച്ചറിയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ യേശുനാമക്കാരുടെ ഉപദേശത്തിനെതിരെ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് അസഭ്യം പറഞ്ഞ പലരുമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ബോംബെയിലുള്ള ഒരാൾ. അദ്ദേഹമൊക്കെ വിളിച്ച അസഭ്യത്തിന് യാതൊരുവിധ അളവുമില്ല. അപ്പോഴും ഞാൻ അച്ചായ, സാറേ എന്നൊക്കെ വിളിച്ച് സ്നേഹത്തോടെ ഞാൻ അഭിസംബോധന ചെയ്തൊരു മനുഷ്യനാണ്. എന്നെ വിളിച്ചിട്ടുള്ളവർക്ക് എല്ലാം അറിയാം. പ്രകോപിപ്പാനായിട്ട് എന്നെ വിളിച്ചവരെല്ലാം ചമ്മിപ്പോയി. ഒരിക്കലൊരാൾ എന്നെ പ്രകോപിപ്പിക്കാൻ വിളിച്ചിട്ട് ലാസ്റ്റ് ഭയങ്കര സൗഹൃദ ബന്ധത്തിലാണ് ഫോൺ വെച്ചത്. ദൈവനാമത്തിൽ ഞാൻ പറയുക, നിങ്ങൾ ഇത്രയ്ക്കും ശാന്തനായ ഒരു മനുഷ്യനാണോ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, താങ്കൾ യേശുവിൻ്റെ ഒരു ദാസനായതുകൊണ്ടാണ് ഇത്രയ്ക്ക് ശാന്തമായി അദ്ദേഹത്തിന് മറുപടി കൊടുത്തതെന്ന്. ആർക്ക്? നമ്മുടെ വെള്ളാപ്പള്ളി സാറിന്. അതുകൊണ്ട് റാണി സഹോദരിയോട് പറയട്ടെ, നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവല്ല എന്നിൽ വ്യാപരിക്കുന്നത്. നിങ്ങൾ എത്ര കുത്തിയളക്കാൻ നോക്കിയാലും എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടേ നിൽക്കത്തുള്ളൂ. കാരണം എനിക്കതിന് പ്രേരണ തന്നത് ദാവീദും അബ്ശലോമുമായിട്ടുള്ള ഒരു വിഷയമാണ്. താൻ 3-ാം സങ്കീർത്തനം എഴുതാനുള്ള കാരണം സ്വന്തം മകൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയതാ. എന്തിനോടിപ്പോയി? ഒരു സിംഹത്തെ കൊന്നവൻ, ഒരു കരടിയെ കൊന്നവൻ, ഗോലിയാത്തിനെ കൊന്നവൻ സ്വന്തം മകൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്തിനാണെന്നറിയാമോ സഹോദരി? സിംഹം വന്നത് എന്തിനാണെന്നും കരടി വന്നത് എന്തിനാണെന്നും അറിയാം. ഒരു ആടിനെ പിടിക്കാനാണ്. ഗോലിയാത്ത് വന്നത് എന്തിനാണെന്ന് മനസ്സിലായി. ഈ ജനത്തെ മുഴുവനും തകർക്കാനാണ്. പക്ഷെ സ്വന്തം മകൻ വന്നത് എന്തിനാണെന്നറിയാമോ? അധികാരത്തിൻ്റെ കസേരയ്ക്ക് വേണ്ടി പിടുത്തം കൂടാനാണ്. ദാവീദ് അത് ഒഴിഞ്ഞു കൊടുത്തു ബോധപൂർവം. നീ വേണേ എടുത്തോ മോനെ, ഞാൻ ഓടിക്കോളാം. കാരണം ആ കസേരയ്ക്ക് വേണ്ടി പിടുത്തം കൂടിയാൽ അഭിഷേകം പോകുമെന്ന് ദാവീദിന് അറിയാൻ സഹോദരി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ പലപ്പോഴും എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ആ ലൈവിൽ പറയുന്നുണ്ടല്ലോ, പല പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ലെന്ന്. എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് അധരപാപം ചെയ്യിപ്പിക്കാൻ വന്ന പിശാചാണെന്ന് മനസ്സിലായപ്പോൾ എന്നിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് സഹോദരി ഞാൻ ആ കോൾ കട്ട് ചെയ്തത്. നിങ്ങളോട് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. അതേസമയത്ത് നിങ്ങളൊരു സ്ത്രീയാണെന്നുള്ള ബോധത്തിലും നിങ്ങൾ ബൈബിൾ പ്രസംഗിക്കുന്നൊരു വ്യക്തിയാണെന്നുള്ളതായ ആ ഒരു ഭവ്യതയിൽ നിങ്ങൾ സംസാരിക്കുമായിരുന്നെങ്കിൽ എത്ര സമയം വേണേലും പറയാൻ തയ്യാറായിരുന്നു. പക്ഷേ നിങ്ങൾ ട്രാപ്പ് ഒരുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് 1 മണിക്കൂറിനകം അതിൻ്റെ ഫലവും കണ്ടു. നിങ്ങളെന്താ ലൈവിലിട്ടിരിക്കുന്നത്? ഞാൻ അസഭ്യം പറഞ്ഞെന്നു. നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ മുതൽ അവസാനം വരെയുള്ള സംഭാഷണം എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് അസഭ്യത്തിൻ്റെ ഒരു വാക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ ബാക്കി നിങ്ങൾ പറയുന്നത് പോലെ. അപ്പോൾ മടങ്ങി വരട്ടെ. നിങ്ങൾ ഈ സ്ത്രീകൾ സ്നാനപ്പെടുത്തുന്ന വിഷയമാണല്ലോ ഞാനടുത്ത് കൈകാര്യം ചെയ്തത്. അതിന് നിങ്ങൾ എനിക്ക് മറുപടി തന്നെന്തുവാ? കേരളം കൊണ്ട് മാറ്റ്, ഭൂലോകത്തിന് 5 വൻകരകളിലേക്ക് വാ. അവിടെ മുഴുവനും സ്ത്രീകൾ പുരുഷന്മാരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് അടുത്ത കാലം മുതലല്ല, പുരാതന കാലം മുതലേ ഞാൻ കാണിച്ചു തരാം. അല്ല പൊന്നു സഹോദരി, ഈ ലോകത്തിൽ എന്തെല്ലാം കാണിച്ചു തരാൻ കഴിഞ്ഞാലും തിരുവചനത്തിൽ ഒരു വാക്യം പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ഉപദേശം ദുരുപദേശമാണ്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, യേശുവിനെ കൂടാതെ പുണ്യവാളന്മാരെ മധ്യസ്ഥനാക്കി ആരാധിക്കുന്നത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, പണ്ട് കാലം മുതൽ തുടങ്ങിയതാണ്. 5 വൻകരകളും ഞാൻ കാണിച്ചു തരാം. നിങ്ങളതിനെ അംഗീകരിക്കുമോ? യേശുവിനെ ഉരുവാക്കുവാൻ ഗർഭപാത്രം കൊടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ മറിയയെ ദൈവതുല്യമായി ആരാധിക്കുന്ന ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, പുരാതന കാലം മുതൽ തുടങ്ങിയ അനേകരെ 5 വൻകരകൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അംഗീകരിക്കുമോ? അതുകൊണ്ട് സഹോദരി, വചനം പ്രസംഗിക്കാനാണ് ഇറങ്ങിയതെങ്കിൽ ലോകം എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല ഉപദേശത്തിൻ്റെ അടിസ്ഥാനം. വചനം എന്തു പറയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞു അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യെസ്, ഞാനതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. സഹോദരിമാർക്ക് അനുവദനീയമായ ശുശ്രൂഷ എന്താണെന്നും അതിൻ്റെ പരിധി എന്താണെന്നും എല്ലാം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഞാനവിടെ എടുത്തു പറയുന്ന ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങളെൻ്റെ വീഡിയോ കേട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇതിപ്പോൾ എന്താണെന്നറിയോ? എൻ്റെ അനന്തരഫലം, നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവും നിങ്ങൾ പറയുന്ന കള്ളത്തരം എന്താണെന്നും നിങ്ങളുടെ അനുയായികൾ, നിങ്ങളുടെ വിശ്വാസികൾ തിരിച്ചറിയാൻ പോകുക. കാരണം ആവശ്യപ്പെട്ടാൽ നമ്മളുടെ കോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അവരത് കേൾക്കട്ടെ. എന്നിട്ട് ലൈവിൽ അവർ പറഞ്ഞതുപോലെ ഞാൻ സംഭാഷണം നടത്തിയിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, ഞാനങ്ങോട്ട് വരിക, നാളെ തന്നെ വരിക, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വരിക. എന്തിന്?
ഞാൻ 144 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഞാൻ ആക്ഷേപിക്കാനോ തങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെയോ തങ്ങളുടെ ജീവിതത്തിൻ്റെ പാകപ്പിഴകളെയോ സ്വഭാവത്തെയൊന്നും ഞാൻ ചൂണ്ടിക്കാണിച്ച് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. സത്യോപദേശത്തിനെതിരെ ആരും ദുരുപദേശമായി പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഉപദേശത്തിനെതിരെ അവരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സർ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ, അങ്ങ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ദുരുപദേശത്തെ ഖണ്ഡിച്ച ഒരു ചരിത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ ഇവിടെ വന്ന് എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിപ്പോർട്ട് ഞാനോട്ട് പറയാം. അതിനു മുൻപ് നിങ്ങൾ യേശുവിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. യേശുവിനോട് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 70 പേരുണ്ടായിരുന്നു. അവസാനം വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. കൊള്ളാം. എന്നിട്ട് നീയാ സുവിശേഷം പറയാൻ വന്നേ? അല്ല യേശുവേ, 70 പേരെ ഉണ്ടായിട്ട് കൂടെ നിർത്താൻ കഴിയാതെ 12 പേരിൽ ശേഷിപ്പിച്ച നീയാണോ സുവിശേഷം പറയാൻ വന്നേ? ഓക്കെ, അടുത്തത് ഞാൻ പറയാം. ഇനി കുടുംബത്തിൽ കയറി അന്വേഷിക്കാൻ നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം വായിക്കുക. യെരുശലേമിൽ നിന്ന് പെരുന്നാളിന് വീട്ടിലുള്ളവർ പറഞ്ഞ് നീ പ്രസിദ്ധനാകാനാണെങ്കിൽ അങ്ങോട്ട് പോയി, ഇവിടെ എങ്ങും ഒരു കളി നടക്കത്തില്ല, അവിടെ ചെന്ന് അത്ഭുതം കാണിക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുക അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ കുടുംബത്തിന് നല്ല സാക്ഷ്യം യേശുവിനെ കുറിച്ചല്ലേ? നല്ല സാക്ഷിയാണ്. സഹോദരന്മാർ പോലും വിശ്വസിക്കാത്ത നീയാ രാജ്യത്തിൻ്റെ സുവിശേഷം കൊണ്ട് വന്നേക്കുന്നത്, നീയാ രക്ഷിക്കാൻ വന്നേക്കുന്നത്, നീയാണോ മിശിക എന്നും പറഞ്ഞ് വന്നേക്കുന്നത്. സഹോദരി, ആദ്യം അവിടെ ചെന്ന് ഒരു റിപ്പോർട്ട് അന്വേഷിച്ചിട്ട് ഇവിടെ എൻ്റെ അടുക്കൽ വാ. എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് തിരുനാമം നിമിത്തം അവമാനം ഏൽക്കേണ്ടി വന്നാൽ നീ ഭാഗ്യവാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോകം നിന്നെ പകയ്ക്കുന്നുവോ? കൊള്ളാം, അതിനുമുമ്പ് എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ സഹോദരി, ഈ ഗ്ലോബൽ എസൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ ജോസ് കണ്ടത്തിൽ എന്ന് പറയുന്ന പ്രായനായ ഒരു മനുഷ്യനുണ്ട്, പാവം ഇല്ലാത്ത ആൾ. പുള്ളിയുടെ പല കാര്യങ്ങളും ഞാനത് ഖണ്ഡിച്ചുകൊണ്ട് വചനത്തിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്ന കേട്ടുകൊണ്ട് നിങ്ങൾ യേശുവിനെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് ധരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം വചനം എന്താണെന്ന് പഠിച്ച് ആത്മാവിനെ പ്രാപിക്കുക. ഇത് വ്യക്തിഹത്യ നടത്താനുള്ള ഒന്നല്ല ഇത്. ഞാൻ നിങ്ങളെ വളരെയധികം മാനിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിരുവചനത്തിലേക്കും സത്യത്തിലേക്കും മടങ്ങി വരണം. നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ആത്മാവിനെ നിങ്ങൾ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സുബോധത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ പ്രാപിക്കണം. അതില്ലാത്തതിൻ്റെ ആ പാകപ്പിഴയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. കാരണം നിങ്ങളോട് നിങ്ങളുടെ ദൈവം പറഞ്ഞു നീ ആ വസ്ത്രം ഇട്ടോളാൻ പറഞ്ഞു, വസ്ത്രം ഇട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന വസ്ത്രമാണെന്ന്. ഇത് രണ്ടും നിങ്ങളുടെ ശബ്ദം തന്നെ എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയട്ടെ, ഈ ലോകത്തിലുള്ള സംഭവങ്ങളെ വിലനിർത്തിയല്ല ഉപദേശത്തെ സ്ഥാപിക്കേണ്ടത്. പിന്നെ എന്നോട് ചോദിച്ചു നിങ്ങൾ എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്ന്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? 14 ലേഖനം എഴുതിയ പൗലോസ് എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടെന്നറിയാവോ? ക്രിസ്പോസിനെയും ഗായസിനെയും പിന്നെ ആ സ്തേഫാനസിൻ്റെ കുടുംബക്കാരെയും, അല്ലാതെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളെ ഞാൻ അതിന് ഒത്തിരി വ്യാഖ്യാനിച്ചാൽ വേറൊരു രീതിയിലേക്ക് പോകും. സ്നാനപ്പെടാൻ കുറേ എണ്ണം നിങ്ങളുടെ മുമ്പിൽ വന്നെന്ന് കരുതി ഇതൊന്നും ദൈവകൃപയുടെ മാനദണ്ഡമായിട്ട് കാണരുത്. വരങ്ങൾ കൊണ്ടല്ല ഫലങ്ങൾ കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. വരം കൊണ്ടായിരുന്നു ബിലയാമിനേക്കാൾ മെച്ചം കഴുത തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിലയാം ദൈവരാജുണ്ടെങ്കിൽ അതിനു മുമ്പ് കഴുത ഇവിടെ കാണണം, വരം നോക്കിയാണെങ്കിൽ കേട്ടോ. വചനം അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തരം തിരിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് വേറിട്ട ചിന്തകൾ. എൻ്റെ സഹോദരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുവരെയും ആരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സഹോദരി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വചനം കേട്ട് പഠിക്കുക, എന്നിട്ട് സുബോധത്തിൻ്റെ വചന പരിജ്ഞാനത്തോടെ ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ പൗലോസ് അപ്പോസ്തലനേക്കാൾ അധികം പേരെ നിങ്ങൾ സ്നാനപ്പെടുത്തിയുകൊണ്ട് നിങ്ങൾ പൗലോസ് അപ്പോസ്തലനേക്കാൾ ശ്രേഷ്ഠയാണെന്നല്ലേ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അപ്പോൾ സ്നാനപ്പെട്ടതിൻ്റെ കണക്കൊന്നുമല്ല സഹോദരി ദൈവം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യാജം എന്നെക്കുറിച്ച് 2 വീഡിയോകളായി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യാജം എന്താണെന്ന് ജനം തിരിച്ചറിയട്ടെ. വേറിട്ട ചിന്തകൾ എന്നുള്ള പരിപാടി 2 വർഷമായി സ്ഥിരം കേൾക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളുമുണ്ട്. അവർക്ക് ഒത്തിരി വചനം പഠിച്ചവരാണ്, ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിച്ചവരാണ്. എൻ്റെ സംഭാഷണ ശൈലി എന്താണെന്നും അവതരണ ശൈലി എന്താണെന്നും ഞാൻ എന്താണെന്നൊക്കെ അവർക്ക് വളരെ കൃത്യമായി തിരിച്ചറിയാം. പിന്നെ ഇത് പണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് സഹോദരി ഒരു അന്വേഷണം വയ്ക്കുക. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എവിടെയൊക്കെ പണപ്പിരിവ് നടത്തിയെന്നും ആരോടൊക്കെ പണം മേടിച്ചു എന്നൊക്കെ. അതുകൊണ്ട് സഹോദരിയോടുള്ള വാക്ക് നിറച്ചിട്ട് ഇവരുടെ പിന്നാലെ പോകുന്ന അനുയായികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. നമ്മൾ ഈ സ്തോത്രാഴ്ചയും ദശാംശമൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ചിരിയും സന്തോഷവും സ്നേഹവും എല്ലാം കാണിക്കും. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ, അവരുടെ ഒരു ബലഹീനത ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ
അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദ്രവ്യാഗ്രഹത്തിൻ്റെ ആത്മാവും ദുരാത്മാവുമാണ്. ദശാംശവും സ്വത്രാഴ്ച മേടിക്കുമ്പോൾ അന്നേരം മാത്രം അനുയായികളോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, കുറവശം ചൂണ്ടിക്കാണിക്കുമ്പോൾ വായിന്ന് ചാടി വരുന്നത്, ഇവിടേക്കാണ് നമ്മൾ ആത്മാവിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് ആ ശുശ്രൂഷയുടെ വീഡിയോയിലേക്ക് പോകുകയാണ്. എന്താണ് ഒരു സ്ത്രീക്ക് സ്നാനം നടത്താനുള്ള അവകാശം, അധികാരം ദൈവം കൊടുത്തിട്ടുണ്ടോ? അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പരിശുദ്ധാത്മാവ് സ്ത്രീകൾക്ക് ശുശ്രൂഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിലക്കുവാൻ ആർക്കധികാരം? അതിനുശേഷമാണ് ഈ സ്നാനത്തിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഒരു സഹോദരൻ കമൻ്റ് ഇട്ടിരിക്കുക, പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുത്താൻ നിയോഗം കൊടുത്താൽ താങ്കൾക്ക് എന്താണ് വിഷമോ എന്ന്. എൻ്റെ പ്രിയ സഹോദര, ആ 2 വീഡിയോയും പൂർണ്ണമായിട്ട് കേൾക്കണമായിരുന്നു. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ വളരെ വ്യക്തമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിക്ക് ശരീരവും തലയും 2 ഭാഗങ്ങളുണ്ട്. ശരീരം എപ്പോഴും ശരീരമായിരിക്കണം, തല എപ്പോഴും തലയായിരിക്കണം. ശരീരത്തിനൊരിക്കലും തലയായി മാറാൻ കഴിയത്തില്ല, തലയൊരിക്കലും ശരീരമായി മാറാനും കഴിയത്തില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. അതുകൊണ്ട് ശരീരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും തല ചെയ്യുന്ന കാര്യം എന്താണെന്നും സഹോദരൻ തിരിച്ചറിയുക. അത് വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ശരീരമെന്ന നിലയിൽ ചെയ്യാൻ അനുവദിക്കുന്ന കാര്യങ്ങൾ തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് കാണാൻ കഴിയാതെ പോയത് നിങ്ങളുടെ പരാജയമെന്ന് ഞാനത് മനസ്സിലാക്കുന്നു. തല ചെയ്യേണ്ട തലയുടെ ദൗത്യം എന്താണെന്നും വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. രണ്ടും തരംതിരിച്ച് പഠിക്കാൻ കഴിയാതെ പോയത് ഒരു ദൗർഭാഗ്യമായി ഞാനത് കാണട്ടെ. അതുകൊണ്ട് നമുക്ക് നേരെ നമുക്ക് ആ പഠനത്തിലേക്ക് പോകാം. പ്രാർത്ഥനയോടുകൂടി കേൾക്കുക. വിശേഷാൽ പ്രിയ റാണി സഹോദരി ക്ഷമയോടുകൂടി ഇത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പഠനത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഇറങ്ങാം. വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും 145-ാമത്തെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 144-ാമത്തെ എപ്പിസോഡിൽ സ്ത്രീകൾക്ക് സഭയിൽ വചനപ്രഘോഷണത്തിനുള്ള അവകാശമുണ്ടോ എന്നുള്ള ഒരു സംശയത്തിന് നിവാരണം വരുത്തിക്കൊണ്ട് വചന അടിസ്ഥാനത്തിലുള്ള ഒരു പഠന ക്ലാസ് ഇടുകയും മാന്യ ശ്രോതാക്കൾ ദൈവവചന അടിസ്ഥാനത്തിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. എന്നാൽ ആ വീഡിയോ കണ്ട ഒരു മാന്യ ശ്രോതാവ് ഒരു സ്നാന കർമ്മത്തിൻ്റെ ചില ഫോട്ടോകൾ എനിക്ക് അയച്ചു തരികയുണ്ടായി. ഒരുപക്ഷേ അദ്ദേഹം അത് അയച്ചു തന്നതിൻ്റെ ഒരു ലക്ഷ്യം സ്ത്രീകൾ സഭയിൽ മൗനമായിരിക്കട്ടെ എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സഭയിൽ വചനപ്രഘോഷണത്തിനുള്ള അവസരം കൊടുക്കാത്തൊരു പ്രവണത നിലനിൽക്കുമ്പോൾ വചനത്തിലൂടെ ആ നടപടി ശരിയല്ല എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഈ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് ഇതിനെയും താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ള ഒരു മൗന ചോദ്യം അതിൻ്റെ പിന്നിൽ ധ്വനിച്ചതുപോലെ എനിക്ക് തോന്നി. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ ഫോട്ടോ നമുക്കൊന്ന് കാണാം. സത്യത്തിൽ ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിനൊരു വേദന ഉണ്ടാകുന്നതോടൊപ്പം ഒരു സഹതാപവും കൂടി തോന്നി. കാരണം ആ സ്നാനം സ്വീകരിക്കാൻ നിൽക്കുന്ന ആ പാപം മനുഷ്യൻ്റെ അവസ്ഥയോർത്തിട്ടാണ്. ദൈവവചനം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെങ്കിൽ പുതിയൊരു വിശ്വാസിക്ക് അത് വേണ്ട വിധം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് സഭയിൽ വേണ്ടതുപോലെ വചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല എൻ്റെ കാരണം. വേണ്ടതുപോലെ വചനം പഠിപ്പിക്കാനുള്ള ഒരു സമയം സഭകളിൽ കണ്ടെത്തുന്നില്ല. പോകട്ടെ, അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വലിയ സഹായമാണ്. കുറച്ച് പേർക്കെങ്കിലും സത്യം മനസ്സിലാക്കുവാനും മാത്രമല്ല ഇൻ്റർനെറ്റും ഈ സാറ്റലൈറ്റൊക്കെയും നിലനിൽക്കുന്നിടത്തോളം കാലം വരും തലമുറകൾക്കെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കാനൊരവസരം ഇത് നിമിത്തം ഉണ്ടാകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. അല്ല, സ്ത്രീകൾക്ക് സഭയിൽ വചനം പ്രഘോഷിക്കാനുള്ള അനുവാദം വചനാടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന്
പറഞ്ഞു, അത് ശരി തന്നെ. കാരണം വചനം അത് അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു കർമ്മം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ടോ? അതാണ് നമ്മൾ വചനത്തിലൂടെ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി വചനം പറയുന്ന ഒരു സത്യം, ദൈവം, അതായത് പിതാവായവൻ, ക്രിസ്തു പുത്രനായി വന്നവൻ, ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ, ഹൗവ ആ മനുഷ്യനിൽ നിന്ന്, ആ പുരുഷനിൽ നിന്നും ഒരു വാരിയലെടുത്ത് സൃഷ്ടിക്കപ്പെട്ടത്. അതിന് ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്നത് കൊണ്ട് അതിൻ്റെ ചില ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിന് വിധേയപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ എന്താണെന്ന് ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നു. താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങിയാൽ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. എന്താണ് ഇങ്ങനൊരു ക്രമം വച്ചിരിക്കുന്നത്? യേശു പലപ്പോഴും പറഞ്ഞു, എനിക്ക് സ്വയമായി ഒന്നും പറയാനില്ല, എന്നെ അയച്ചവൻ എന്നോട് കൽപ്പിച്ചത് അത്രേ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നതും എല്ലാം എന്നെ അയച്ച ഒരുവനുണ്ട്. യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യഹോവ തന്നെ യേശുവായി ആൾ മാറി വന്നു എന്നല്ല യേശു പറയുന്നത്. യേശു പറയുന്നത് എന്നെ അയച്ചവൻ ഒരുവനുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ പഠന ക്ലാസ് ഇടുകയും യഹോവ തന്നെയാണ് യേശുവായി വന്നത് എന്ന് ശാഠ്യം പിടിക്കുന്നവരൊക്കെ മൗനമായി പോവുകയും ചെയ്ത യാഥാർത്ഥ്യം എൻ്റെ ശ്രോതാക്കൾക്ക് അറിയാവുന്നതാണ്. യേശു പറയുന്നു, എന്നെ അയച്ച ഒരുവനുണ്ട്, അവൻ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, അവൻ സകല സൃഷ്ടിക്കും ആദിജാതനെന്ന് പറയുകയും അവൻ ദൈവത്തിൻ്റെ പുത്രനാന്നൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് പകുതി കണ്ണു തുറന്ന പാർട്ടികളുണ്ട്. അവരാ യേശുവിൻ്റെ മനുഷ്യത്വം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ ദൈവമായിരുന്നെന്നും ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവനുമാണെന്നുള്ള മനസ്സിലാക്കാനുള്ള കണ്ണ് അവരുടെ തുറന്നിട്ടില്ല. വേറിട്ട ചിന്തകൾ കൊണ്ട് ചിലരുടെയൊക്കെ കണ്ണ് തുറന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവത്തോട് സമനായിരുന്നവൻ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിന്നീട് അയച്ചവൻ്റെ ആജ്ഞയ്ക്ക് അനുസരണമായി പ്രവർത്തിക്കുന്ന ഒരുവൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പോൾ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നപ്പോൾ അയച്ചവനാണ് തലയായി നിൽക്കുന്നത്. എന്താണ് തലയെന്ന് പറയാനുള്ള കാരണം? ഞാൻ എൻ്റെ 1-2 എപ്പിസോഡുകളിൽ അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പുതുതായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വരേണ്ടതിന് 2 വാക്കുകളിൽ പറയട്ടെ. സ്ത്രീയെയും പുരുഷനെയും ദൈവം തരം തിരിച്ച് പറയുന്നത്, പുരുഷൻ തല, സ്ത്രീ ശരീരം. അപ്പോൾ ഈ തലയും ശരീരവും ചേർന്നെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആദാമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവർക്ക് ആദാമെന്ന് പേരിട്ടു. അതിൻ്റെ വിശദീകരണം ഇപ്പോൾ ഇതിൻ്റെ കൂടെ അവതരിപ്പിക്കുന്നില്ല. ആദാമിൻ്റെ വാരിയലെടുത്ത് അതിന് മാംസവും പിടിപ്പിച്ചു എന്ന് വായിക്കുന്നവരും പറയുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ സസൂക്ഷ്മം ആ ഭാഗം വായിച്ചാൽ ആദാമിന് ഗാഠനിദ്ര വരുത്തി ആദാമിൻ്റെ ഒരു വാരിയലെടുത്തിട്ട് പകരം മാംസം പിടിപ്പിച്ചു. ആ വാരിയലെടുത്തതിന് പകരമാണ് അവിടെ മാംസം വെച്ചത്, ആ ഗ്യാപ്പ് അവിടെ നിവർത്താൻ വേണ്ടി, ആ ഗ്യാപ്പ് അവിടെ ഒന്ന് നികത്തുവാൻ വേണ്ടി. എന്നിട്ട് പറയുന്നത്, ആ വാരിയലിൽ ഒരു സ്ത്രീയെ ആക്കി. അതിൻ്റെ തർക്കത്തിനോ അല്ലെങ്കിൽ അതൊരു പഠന വിഷയമാക്കാനല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ആദാമിൽ തന്നെ ഹൗവയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് എ ലാഡ് ഇൻ എ ലേഡി, ദർ ഇസ് എ മാൻ ഇൻ എ വുമൺ. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി നോക്കി അറിയാം അല്ലേ? ലേഡി എന്ന് എഴുതുമ്പോൾ അതിലെ ആദ്യത്തെ LAD എന്ന് മാത്രം എഴുതാൻ ലാഡ് ആയി. അതല്ല വുമൺ എന്നുള്ളതിൻ്റെ WO അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ഒരു മാൻ ആയി. അപ്പോൾ എന്നതുപോലെ തന്നെ ഇവിടെ നേരെ തിരിച്ച there was a woman in a man എന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടി വരും.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു പൂർണ്ണതയിലെത്തുവാൻ തലയും ശരീരവും ആവശ്യമാണ് എന്നതിൻ്റെ ആ ഒരു ദൈവം ഉദ്ദേശിച്ച പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ, മനുഷ്യൻ്റെ സകല ചിന്തകളും ഓർമ്മകളും ശേഖരിക്കുന്നതും നിലനിൽക്കുന്നതും ഉത്ഭവിക്കുന്നതൊക്കെ തലച്ചോറിലാണല്ലോ. ഈ തലച്ചോറ് സ്ഥിതി ചെയ്യുന്നത് തലയിലാണ്. ഒരു മനുഷ്യൻ കാണുന്നത് കണ്ണുകൊണ്ടാണല്ലോ, ആ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയിലാണ്. ഒരു മനുഷ്യൻ കേൾക്കുന്നത് ചെവി കൊണ്ടാണല്ലോ, ആ ചെവി സ്ഥിതി ചെയ്യുന്നത് തലയിലാണ്. മനുഷ്യൻ തിരിച്ച് സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും വായ് കൊണ്ടാണല്ലോ, വായ് സ്ഥിതി ചെയ്യുന്നത് തലയിലാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, ചിന്തിക്കുവാനും കൽപ്പന പുറപ്പെടുവിക്കാനുള്ള അധികാരം തലയ്ക്കാണുള്ളത്. ബ്രെയിനിൽ നിന്നാണ് ആ കൽപ്പന വരുമ്പോഴാണ് നമ്മുടെ ഞരമ്പുകളും പേശികളൊക്കെയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ചലിക്കുകയും നാം മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ എന്തെങ്കിലും കണ്ടാൽ അത് ഇന്നതാണെന്ന് കണ്ട് ഗ്രഹിക്കുന്നത്, അത് കണ്ട് അതിൻ്റെ പിക്ചർ കൊടുക്കുന്നത് നമ്മുടെ കണ്ണാണല്ലോ. അതിൻ്റെയും ഫങ്ഷൻ നടക്കുന്ന ബ്രെയിനിലാണ്. ആരെങ്കിലും എന്തൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുന്നത് ചെവിയിലാണ്, തിരിച്ച് പറയുന്നത് വായു കൊണ്ടാണ്, അതും തലയിലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് യേശു പറഞ്ഞത്, എന്നെ അയച്ച ഒരുവനുണ്ട്, അവൻ എൻ്റെ തലയാ, അവനാണ് ചിന്തിക്കുന്നത്, അവനാണ് കേൾക്കുന്നത്, അവനാണ് പറയുന്നത്, അവനാണ് കാണുന്നത്. എന്നാൽ ആ ദൗത്യം തീർന്ന് സ്വർഗത്തിലേക്ക് പോയാൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ലോകമുണ്ടാകും മുൻപ് എനിക്ക് എൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അതിൻ്റെ വിശദീകരണമൊക്കെ കൂടുതൽ അറിയുവാൻ വേറിട്ട ചിന്തകളുടെ പുറകോട്ടുള്ള എപ്പിസോഡുകൾ കേട്ടാൽ മതി. അപ്പോൾ ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ തലയുടെ ദൗത്യം എപ്പോഴും തലയ്ക്കുള്ളതാണ്. ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാനൊരു പ്രായമുള്ള ഒരു അപ്പച്ചൻ, ഈ ആലപ്പുഴക്കാരനാണ്, അദ്ദേഹം ചില വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് ചില കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ച, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ അത് പോയില്ല. ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നൽകപ്പെടുന്നത് വരെ ആരായിരുന്നു? നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതാ ഞാൻ പറഞ്ഞ് ഈ പകുതി കണ്ണ തുറന്നിട്ടുള്ളെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ യേശുവിനെ മനുഷ്യനാക്കി ഭൂമിയിലേക്ക്, ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം വന്നത്. അപ്പോൾ നമ്മുടെ ഒരു വേറിട്ട ചിന്തകൾ ആദ്യകാലം മുതൽ കേൾക്കുന്നവർക്ക് അതൊരു തർക്ക വിഷയമല്ലാത്തത് കൊണ്ട് പ്രധാന വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ യേശു പിതാവ് പറയുന്നതും പിതാവ് ആജ്ഞാപിക്കുന്നതും മാത്രമനുസരിച്ച് ചെയ്തത്, പിതാവ് തലയും അതിൻ്റെ ശരീരം ക്രിസ്തുവുമായതുകൊണ്ടാണ്. അപ്പോൾ തന്നെ ക്രിസ്തു മറ്റൊന്നിൻ്റെ തലയാ. എന്തിൻ്റെ? സഭയുടെ തല എന്ന് പറഞ്ഞാൽ സഭയുടെ മുന്നോട്ടുള്ള പോക്കുകൾ, കാര്യങ്ങൾ അത് ക്രിസ്തുവിൻ്റെ ആലോചനയ്ക്കനുസരിച്ചായിരിക്കണം. ചിന്തിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, തീരുമാനമെടുക്കുന്നത് എല്ലാം കമ്മിറ്റി ആയിരിക്കണം എന്നല്ല. കർത്താവ് ഉദ്ദേശിച്ചത് തലയായിരിക്കുന്നവനായിരിക്കണം. അപ്പോൾ പിന്നെ ഭരണ സംവിധാനമൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ദൈവിക ആലോചനയ്ക്ക് അനുസൃതമായി പോകണമെന്നാണ് പറഞ്ഞത്. ആലോചന ക്രിസ്തുവിൽ നിന്നും, ആ ആജ്ഞ അനുസരിക്കുന്നത് ബോഡിയും. അങ്ങനെയാണല്ലോ. എൻ്റെ മുന്നിലിരിക്കുന്നൊരു വസ്തു എടുക്കുവാനായി ബ്രെയിനാണ് കമാൻഡ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ പ്രവൃത്തിപദം വെളിപ്പെടുന്നത് എൻ്റെ ശരീരത്തിലാണ്. വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്. സഭയുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ കാര്യങ്ങളെല്ലാം, നിർദ്ദേശങ്ങളും ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. അതിൻ്റെ പ്രവൃത്തിപദം വെളിപ്പെടുന്നത് സഭയിലായിരിക്കണം. ഇനി പുരുഷനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ, പുരുഷൻ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു പറയുന്നത് ആജ്ഞാനുവർത്തി എന്ന നിലയിൽ ചെയ്യുന്ന ഒരു ശരീരം ആയിരിക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാർ തലകളാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. തലയിൽ നിന്ന് വേണം ചിന്തിക്കാനും ആജ്ഞ പുറപ്പെടുവാനും
തലയിൽ നിന്ന് വേണം കാണുവാൻ, തലയിൽ നിന്ന് വേണം കേൾക്കുവാൻ, തലയിൽ നിന്ന് വേണം സംസാരിക്കുവാൻ. എന്നിട്ട് ബോഡി അത് അങ്ങോട്ട് അനുസരിക്കുന്നു. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആജ്ഞാധികാരമുള്ളത് പുരുഷനാണെന്ന്. പുരുഷനാണ് തല. ഇത് വചനം വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ അത് മനസ്സിലാക്കാത്തതിൻ്റെ കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മീയ കോമാളിത്തരമൊക്കെയും. ഈ ഫോട്ടോ കണ്ടില്ലേ? ഒരു സ്ത്രീ എന്ന നിലയിൽ ആത്മീയ വേദികളിൽ നിൽക്കുന്ന സമയത്തെല്ലാം, ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന സമയത്തെല്ലാം അവരുടെ ശിരസിൽ ഒരു മൂടുപടം വേണമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അത് പ്രവചിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് ഉള്ളിലുള്ള ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക് ഇതാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നാം പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൽ അതിൻ്റെ എല്ലാ ജ്ഞാനവും പരിജ്ഞാനവുമുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു സുബോധത്തോടു കൂടി, ആ പരിജ്ഞാനത്തോടു കൂടി ചെയ്യാത്തതിൻ്റെ കാരണം പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം ശരിയല്ല. അതുകൊണ്ടാണ് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ നേരാവണ്ണം ചെയ്യണമായിരുന്നെങ്കിൽ സത്യമായ ആത്മാവ് അവരിൽ വരണമായിരുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഈ മൂടുപടമെന്ന് പറയുന്ന വിഷയം പറയുന്നുണ്ട്. അവിടെ സ്ത്രീകൾ പ്രവചിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ തലയിൽ മൂടുപടം ഇടണം. എന്നാൽ പുരുഷൻ അത് ഇടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ അത് ഇട്ടാൽ തൻ്റെ തലയ്ക്കത് അപമാനമാണ്. തൻ്റെ തലയാര? ക്രിസ്തു. അപ്പോൾ പുരുഷൻ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ തലയ്ക്ക് അത് അപമാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനത് അപമാനമാണെന്ന്. എന്നാൽ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീ അത് ഇടാതെ, മൂടുപടം ധരിക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ തലയ്ക്കത് അപമാനം. തലയാര? പുരുഷൻ. അപ്പം ഞാൻ പറയട്ടെ, ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയും പുരുഷൻ എന്ന നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ തലയിൽ മൂടുപടമിടാതെ ഒരു പുരുഷന് സ്നാനം കൊടുക്കുമ്പോൾ ശരിക്കും ആ തലയെ, ആ പുരുഷനായ തലയെ, ഞാൻ വീണ്ടും പറയുന്നു, ഭാര്യ ഭർത്താവ് എന്ന നിലയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ പറയുന്നതും ആ അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന് അത് അപമാനമാണെന്നുള്ള കാര്യമെങ്കിലും വചനം വായിച്ചൊന്ന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. മൂടുപടം എന്നുള്ള വിഷയം വരുമ്പോൾ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, മൂടുപടം ധരിക്കുന്നില്ല എങ്കിൽ തല ക്ഷൗരം ചെയ്യട്ടെ. അപ്പോൾ വേണമെങ്കിൽ അത്രയും ഭാഗം വായിച്ച് നിർത്തിയാൽ പുരുഷന്മാർ മുടി വെട്ടുന്നത് പോലെ മുടി വെട്ടി നിർത്തിയിട്ട് മൂടുപടം ഇടാതെ രക്ഷപ്പെടാം എന്നൊരു ധാരണ അതിൻ്റെ പിന്നിൽ വരുന്നുണ്ടെങ്കിൽ താഴത്തേക്കും കൂടെ ഒന്ന് വായിക്കണം. മുടി ക്ഷൗരം ചെയ്യുന്നത് സ്ത്രീക്ക് ലജ്ജ എങ്കിൽ, മനസ്സിലായോ? ലജ്ജ എങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ലജ്ജയാണെന്ന് തന്നെയാണ്. അതല്ല മുടി കത്തിരിച്ചിട്ട് മൂടുപടം ഒഴിവാക്കാം എന്നുള്ളൊരു പഠനമാണ് മനസ്സിൽ വരുന്നത് എങ്കിൽ, അല്ല താഴോട്ട് വായിക്കുമ്പോൾ ലജ്ജ എങ്കിൽ മൂടുപടം ധരിക്കട്ടെ. അപ്പോൾ ഞാൻ തിരിച്ചതോടെ പറയാം, ഇനി നീ മൂടുപടം ധരിക്കുന്നില്ല എങ്കിൽ നിനക്ക് ലജ്ജയില്ലെന്ന് പറഞ്ഞേ. നാണമില്ലാത്തത്, പച്ച മലയാളത്തിൽ പറയുക, നാണമില്ലാത്ത നീ മൂടുപടം ഇടണ്ട. പൗലോസ് എത്ര വ്യക്തമായി പറഞ്ഞേക്കണേ. പക്ഷേ നമുക്കത് ക്ലിക്കാകാത്തത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതിരുന്നത്. തല ക്ഷൗരം ചെയ്യുന്നത് നിനക്ക് ലജ്ജയെങ്കിൽ നീ മൂടുപടം ധരിക്കുക. തിരിച്ചു പറയുമ്പോൾ നീ മൂടുപടം ധരിക്കുന്നില്ലെങ്കിൽ, നിനക്ക് നാണമില്ലെങ്കിൽ നീ മൂടുപടം ധരിക്കണ്ട. മുടി ക്ഷൗരം ചെയ്തോ. നാണമില്ലാത്തവളാണോ ദൈവമക്കൾ? നാണം കെട്ടവളാണോ ദൈവമക്കൾ? അപ്പുറം എന്താ പറയുന്നത്? അവർ ലജ്ജാശീലമുള്ളവരായിരിക്കണം. ലജ്ജാശീലം. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് കൂട്ടി വെച്ചേ. അതെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ലജ്ജ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ മുടി ക്ഷൗരം ചെയ്യരുതെന്ന് മാത്രമല്ല. വചനം എന്താ പറയുന്നത്? സ്ത്രീകൾ ലജ്ജാശീലമുള്ളവരായിരിക്കണം. ലജ്ജാശീലമുള്ളവൾ മുടി ക്ഷൗരം ചെയ്യത്തില്ലെന്നാണ് പൗലോസ് അർപ്പിച്ച് പറഞ്ഞത്. അപ്പോൾ മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കാനോ പ്രവചിക്കാനോ എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യത്തിലൊന്നിനും ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ല. അത് ശിരസ്സിന് അപമാനമാണെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഈ സ്നാന ശുശ്രൂഷയിൽ ആ ഫോട്ടോയിൽ കണ്ടതിൽ 2 കാര്യം. ഒന്ന്, അവർ ശിരസ്സിൽ മൂടുപടം ഇട്ടിട്ടില്ല. ഇനി മൂടുപടം ഇട്ടാൽ പോലും
സ്നാനം നടത്തുവാനുള്ള അധികാരം അവർക്കുണ്ടോ? നമ്മളൊന്ന് വചനത്തിലൂടെ ചിന്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അവർക്ക് വചനം പറയാനുള്ള അവസരമുണ്ട്, അനുവാദമുണ്ട്. കാരണം ഒരു ന്യായം ഞാൻ മുന്നോട്ട് വെച്ചത്, ഈ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യരോട് പറയാനുള്ള കാര്യം പറയാനാണ്. അതിന് ദൈവം തന്നെ സ്ത്രീകൾക്കും പ്രവചനം കൊടുത്തിട്ടുള്ളതായിട്ട് തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവരാരും അവരുടെ സ്വന്തം കാര്യം പറയാനല്ല, ദൈവത്തിൻ്റെ ആലോചന പറയാൻ. എന്നാൽ പാസ്റ്റർമാർ ഈ കാര്യം പറയാനാണെങ്കിൽ അവരെന്താ പറയും? അത് പ്രസംഗമാണ്, അല്ലെ പ്രബോധനമാണെന്ന് പറയും. സ്ത്രീകൾ ആലോചന പറയുമ്പോൾ അത് പ്രവചനമാണെന്നും പറയും. എന്നിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ട് അവർക്ക് പറയാനുള്ള അവസരം നിഷേധിക്കുന്നു. എന്നാൽ പ്രവചനം പറഞ്ഞോ, പക്ഷേ പ്രസംഗം പറയണ്ട. എന്നാൽ വചനപ്രഘോഷണമെന്ന് പറയുന്നത് അവർക്കറിയാവുന്ന ദൈവത്തെക്കുറിച്ച് അവർക്കറിയാവുന്ന വചനങ്ങളും ദൈവികമായി അവരനുഭവിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതാണ് വചനപ്രഘോഷണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളോടുകൂടി വചനപ്രഘോഷണത്തിൽ കൂട്ടുവേലക്കാരായ സഹോദരിമാർ. ആവർത്തിച്ച് വിശദീകരിക്കുന്നില്ല, ഒറ്റ കാര്യം പറയാനാണ്. അത് വചനപ്രഘോഷണത്തിൽ. എന്നാൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളിൽ അവരെ ആരെയെങ്കിലും നിയോഗിച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ശുശ്രൂഷയ്ക്കുള്ള അധികാരവും അവകാശവും അവർക്ക് കൊടുത്തിട്ടുള്ളതായോ തിരുവചനത്തിൽ എങ്ങും കാണുന്നില്ല. പഴയ നിയമം മുതൽ പോന്നാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 3 പുരുഷന്മാർ. എന്നാൽ യാക്കോബിൻ്റെ ഭാര്യമാരെക്കുറിച്ച് പറയുമ്പോൾ റാഹേലും ലേയയും ഇവർ രണ്ടുപേരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. എങ്കിൽ പോലും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത ആ ഒരു സ്ഥാനത്തേക്ക് ഈ ലേയയും റാഹേലിനെയും കണ്ടിട്ടുമില്ല. അങ്ങനൊരു പദവി അവർക്ക് കൊടുത്തിട്ടുമില്ല. ഇനി യാക്കോബിൻ്റെ 12 മക്കളെ നോക്കിയാൽ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളായി ആരും തന്നെ ഇല്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നഗരത്തിൻ്റെ ഗോപുരത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ 12 ഗോത്രപിതാക്കന്മാർ, അവിടെ ഗോത്രമാതാക്കളില്ല. ഏത്? ഈ ഗ്രഹം പണിത റാഹേലും ലേയയും ഉണ്ടല്ലോ, അവരല്ലേ ഗ്രഹം പണിതത്. പക്ഷേ ഏറ്റവും ആദ്യത്തെ വാഗ്ദത്ത സന്തതിയെ പ്രസവിക്കുന്നത് സാറയല്ലേ. എന്നിട്ടും ഇവരുടെ ആരുടെയും പേര് അവിടെ ഇല്ല. ഇനി അതിൻ്റെ ഗോപുരത്തിലേക്ക് വന്നാൽ 12 അപ്പോസ്തലന്മാരുടെ പേരുണ്ട്. എന്നാൽ ശമരിയ പട്ടണത്തെ മുഴുവനും യേശുവിനെ അറിയിച്ചു കൊടുത്തത് ഞാനാണ്, അതുകൊണ്ട് ശമരിയ പട്ടണത്തിൻ്റെ അപ്പോസ്തോല, അതിലെന്തോന്നാ പറയുന്ന അപ്പോസ്തോലി എന്തോ എനിക്കറിയില്ല. ഞാൻ അപ്പോസ്തോലൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണ്. സ്ത്രീലിംഗത്തിൽ എന്താ പറയണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുക. ഞാനാണ് ശമരിയ പട്ടണത്തിൻ്റെ അപ്പോസ്തോല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതുകൊണ്ട് എൻ്റെ പേരും അവിടെ വേണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി കർത്താവ് നോക്കിയാലും വിലക്കപ്പെട്ട് കിടന്ന ശമരിയയിൽ ആദ്യം ചെന്ന് യേശുവിനെക്കുറിച്ച് പറയുന്ന സ്ത്രീ ശമരിയ സ്ത്രീയാണ്. എന്നാൽ ആ യൂദയുടെ ഗ്യാപ്പിലേക്ക് അവളുടെ പേരങ്ങോട്ട് ചേർത്ത് 12 തികയ്ക്കാമെന്ന് കർത്താവ് നിരൂപിച്ചില്ല. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം അപ്പോസ്തലന്മാരെ പോലും അറിയിക്കുന്നത് മറിയ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. എന്നാൽ അവളുടെ പേര് ഈ അടിസ്ഥാനത്തിൽ ഒന്നിൻ്റെ കൂടെ ആക്കിയേക്കാമെന്ന് കണ്ടില്ല. കാരണം പുരുഷന്മാർക്ക് ദൈവം കൊടുത്തൊരു സ്ഥാനമുണ്ട്, ഒരധികാരവുമുണ്ട്. അതിൻ്റെ ഒപ്പം ഒരിക്കലും സ്ത്രീകളെ വെച്ചിട്ടില്ല. തലയ്ക്ക് ഒപ്പം ബോഡിയെ വെച്ചിട്ടില്ല എന്ന് ചുരുക്കം. നമ്മുടെ അറിവിൽ പുരുഷന്മാരെക്കാൾ എത്രയോ ബൗദ്ധികമായ ചിന്തകളും ആശയങ്ങളും കൊണ്ടുവരുവാനും പരിജ്ഞാനത്തോടും പക്വതയോടും കൂടി പുരുഷന്മാരെക്കാൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിവുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ രാജ്യം തന്നെ കണ്ട ഒരു ഉരുക്കു വനിതയുണ്ടല്ലോ. ഇതിന് തുല്യം വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ളതായ സ്ത്രീകൾ ഭൂമിയിലുണ്ട്, ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. പക്ഷെ ഒരിക്കലും ഒരു തലയുടെ ഒപ്പം ഒരു ബോഡിക്ക് ഫങ്ഷൻ ഇല്ല. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ആനുപാതികമായ ഒരു വ്യവസ്ഥയാണത്. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീ എന്നും സ്ത്രീ തന്നെയാണ്, പുരുഷൻ പുരുഷൻ തന്നെയാണ്. അർത്ഥം ശിരസ് എന്നും ശിരസ് തന്നെയാണ്, ശരീരം എന്നും ശരീരം തന്നെയാണ്. ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ശുശ്രൂഷന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ
ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രവചനവരമുണ്ടായിരുന്ന സഹോദരിമാരുടെ കാര്യവും പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിൻ്റെ കാരണം ദൈവത്തിൽ നിന്നുള്ള ആലോചന ഇങ്ങോട്ട് അറിയിക്കുന്ന ദൗത്യമായതുകൊണ്ടാണ്. അതിന് പുരുഷനും സ്ത്രീകളുമുണ്ട്. ദൈവം അവരെ തുല്യമായി കാണുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ദൈവം അവരെ തുല്യമായി കാണുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ ബാക്കിയുള്ള ശുശ്രൂഷകളെല്ലാം മനുഷ്യന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. അപ്പോസ്തലന്മാർ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം പറയാൻ പോകുന്നു. ഉപദേഷ്ടകന്മാർ കൂടുതൽ വചനം പഠിപ്പാനായി മനുഷ്യർക്ക് വേണ്ടി വചനം പഠിപ്പിക്കുന്നു. ഇടയന്മാർ മനുഷ്യരെ അവരെ ആത്മീയ ഭൗതിക കാര്യങ്ങൾക്ക് ഉപദേശം കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പ്രവചനമെന്ന് പറയുന്നത് മാത്രം ദൈവത്തിൻ്റെ ആലോചനകൾ മനുഷ്യരോട് അറിയിക്കുന്ന ശുശ്രൂഷയാണ്. അതിന് ദൈവം 2 പേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് 4 ശുശ്രൂഷ പദവിയിലേക്ക് അവിടെ ചില ശുശ്രൂഷ അധികാരങ്ങൾ വെളിപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യണം. അതൊരു പാസ്റ്ററാണ് ചെയ്യേണ്ടത്, ഒരു ഇടയനാണ് ചെയ്യേണ്ടത്. എൻ്റെ സഭയിലേക്ക് ഞാനൊരു ഗസ്റ്റിനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാം. പക്ഷേ അവിടെ ആധികാരികമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹവും പാസ്റ്ററാണ്, ഞാനും പാസ്റ്ററാണ്. പക്ഷേ അതിൻ്റെ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് എന്നിലാണ്. മനസ്സിലായി കാണും. ഞാൻ 2 പേരും പുരുഷന്മാരാണ്, 2 പേരും പാസ്റ്റർമാരാണ്, 2 പേരും ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ്, 2 പേരും ദൈവം വചനം അനുശാസിക്കുന്ന ശുശ്രൂഷയാണ്. എങ്കിലും അവിടെ ആധികാരികമായി പറയാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന എന്നിലാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹത്തിനാണ്. അതുകൊണ്ടാണ് സ്ത്രീക്ക് വചനം പറയാം, പക്ഷെ പുരുഷന്മാരുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള ആധികാരികമായി പറയാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. കാരണം അവർക്കെന്തില്ല? ഇടയ ശുശ്രൂഷ എന്ന് പറയുന്ന പദവി അവർക്കില്ല. അത് ഇടയനുള്ളതാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ വ്യക്തമായി നമുക്കത് വചനത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമല്ലേ അത്. അപ്പോൾ ഒരിക്കൽ സുവിശേഷം പറയുവാനുള്ള, വചനപ്രഘോഷണം നടത്തുവാനുള്ള, അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രവചിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിപ്പാൻ, ഇതിനൊക്കെയും ദൈവവചനം സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യാൻ ദൈവവചനം എങ്ങും അനുവാദം കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രിയ ശ്രോതാക്കളിൽ ആരെങ്കിലും അതൊന്ന് അറിയിച്ചാൽ കൊള്ളാം. കാരണം തലയ്ക്കുള്ള പദവി തല തന്നെ അത് നിർവഹിച്ചേ പറ്റൂ. തലയ്ക്കുള്ള ദൗത്യവും അത് തല തന്നെ നിർവഹിച്ചേ പറ്റൂ. അതിൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടതാണ് ശരീരം. ഇത് ബോധ്യമായിരുന്നുവെങ്കിൽ, ഈ വചനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ, ഈ ആത്മീയ പേക്കോലം കാണിപ്പാൻ, ആത്മീയത്തിൽ പേക്കോലമില്ല, ആത്മീയത്തിൻ്റെ പേരിലുള്ള പേക്കോലം കാണിക്കാനും അതിൻ്റെ മുമ്പിൽ നിന്നുകൊടുക്കാനും, അതാണ് ഭയങ്കരം. ആ കരയിൽ നിന്ന് പാട്ട് പാടാനും വചനം വായിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഞാനതോർത്ത് ഖേദിക്കുന്നു. അതുകൊണ്ട് വചനം പഠിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയട്ടെ. സ്ത്രീകൾക്ക് സഭയിൽ ദൈവം കൊടുത്ത അരുളപ്പാടുകളും അവരുടെ അനുഭവങ്ങളും പറയാനുള്ള അവസരം വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളതായ ആധികാരികമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ തിരുവചനത്തിലെങ്ങും അവർക്ക് അനുവാദം കാണുന്നില്ലാത്തതുകൊണ്ട് ഇത് തികച്ചും ശിരസിനെ അപമാനിക്കുന്ന, ശിരസിൻ്റെ ആ പദവിയെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്ത്രീകൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ തങ്ങളുടെ തലയ്ക്ക് അപമാനം, തങ്ങളുടെ തല പുരുഷന് അപമാനം വന്നാൽ അത് ആർക്ക് ചെല്ലും? തങ്ങളുടെ തലയായ ക്രിസ്തുവിൽ അത് ചെല്ലും. ആ ക്രിസ്തുവിന് അപമാനം വന്നാൽ എവിടെ ചെല്ലും? ക്രിസ്തുവിൻ്റെ തലയായ ദൈവത്തിൽ അപമാനം ചെല്ലും. അതുകൊണ്ട് തിരുവചനത്തിൽ എവിടെയും കാണാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ കാണുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് അത്തരത്തിലൊരു പദവി കൊടുത്തിട്ടുള്ളതായി തിരുവചനത്തിൽ എങ്ങും ഇല്ല. അതുകൊണ്ട് പ്രിയ ആത്മീയ ലോകത്തോട് പറയട്ടെ, ഇത്തരത്തിലുള്ള പേക്കോലങ്ങൾ ഇനിയും ധാരാളം കാണുവാൻ കിടക്കുന്നു. കണ്ടിട്ടില്ലേ? ടി വിയിലും ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര ഉണർവ് പരിപാടി നടക്കുക. ഒരു മൂടുപടമിടാനോ ഒരു ഷാള് ധരിക്കാനോ ഒന്നും മനസ്സില്ലാതെ. കാരണം എന്നറിയാവോ? ലജ്ജാശീലമില്ല,
പച്ച മലയാളത്തിൽ പറയാം. പൗലോസ് അപ്പോസ്തലൻ്റെ സാഹിത്യമൊന്നും ഉപയോഗിക്കാതെ ഞാനൊരു ഗ്രാമീണ മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലെ ഭാഷയെ പറയാം. ഈ നാണമില്ലാത്ത, അതാണ് ശരി, ലജ്ജാശീലമല്ല, നാണമില്ലാത്ത ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ കോലത്തിൻ്റെ പിന്നിൽ പ്രിയപുരുഷന്മാരെ, നിങ്ങൾ വെറുതെ ഇരുന്ന് അപമാനം സ്വീകരിക്കല്ലേ. വചനം കേൾക്കുന്ന വേദിയിൽ ഏത് സഹോദരിയും വചനം പറയട്ടെ. പക്ഷെ മൂടുപടം ധരിക്കാതെയും ഷോൾ ധരിക്കാതെ ഇരിക്കുന്നെങ്കിൽ, എൻ്റെ പോലെ, ഷോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സദാചാര മര്യാദയിൽപ്പെട്ടൊരു കാര്യം പറഞ്ഞതാണ്. മൂടുപടം എന്ന് പറഞ്ഞാൽ ആത്മീയ മര്യാദയിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അധപ്പതനാവസ്ഥയിലേക്ക് പോകല്ലേ സഹോദരങ്ങളെ. ഇനി എത്ര ഇന്ന് തന്നെ അനുഗ്രഹം വരും. നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് ടുഡേ, ഇന്ന് തന്നെ. അതൊക്കെ ഇന്ന് ബ്ലെസ്സിങ് കിട്ടുവാണെങ്കിൽ കിട്ടിയോ, മേടിച്ചോ. പക്ഷേ നിങ്ങൾ മുടി ക്ഷവരം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് നാണമൊന്നും ഇല്ലെങ്കിൽ ക്ഷവരം ചെയ്തോ, എന്നിട്ട് മൂടുപടയിടാതെന്ന് പ്രസംഗിച്ചോ. ഇനി താഴെ ഒരു ഭാഗം പറയുന്നുണ്ട്, ഈ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ താഴെ ഒരു ഭാഗം പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് മൂടുപടത്തിന് പകരമായി മുടി തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. മൂടുപടത്തിന് പകരമായി അവർക്ക് മുടി തന്നിരിക്കുന്നു പറയുന്നത്, അത് പകരമെന്നല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കവറിങ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ കവറിങ്, കവർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ പകരമല്ല. അവിടെ ട്രാൻസ്ലേഷൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ വായിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീക്ക് മുടിയുണ്ടല്ലോ, അപ്പോൾ അത് മൂടുപടത്തിന് പകരമല്ലേ. ഇതന്നെ പൗലോസിന് അറിയാൻ പാടില്ലായിരുന്നു, നോക്കൂ, സ്ത്രീകൾക്ക് മുടിയുണ്ടെന്നും അത് മൂടുപടത്തിന് പകരമുണ്ട്, പിന്നെ ഇടാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇൻസ്റ്റെഡ് ഓഫ് അല്ല പറഞ്ഞിട്ടുണ്ട്, പകരമല്ല പറഞ്ഞിരിക്കുന്നത്. അത് മൂടുപടം ധരിക്കാൻ വേണ്ടി തന്നെ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇച്ചിരി നാണമുള്ളവരാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വരട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇനി ഇതിലും വലിയ കോലങ്ങളൊക്കെ ഇനി ആത്മീയ ലോകത്തിലേക്ക് വരും. കാരണം കാലം അവസാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ത്യകാലത്ത് ഇതൊക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, നിങ്ങളൊരു ആത്മീയമായ വളർച്ചയ്ക്കും നിത്യതയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വചനം കൂടുതലായി പഠിക്കുക, വചനത്തിന് വിധേയപ്പെട്ടു പോകുക. ഇത്തരത്തിലുള്ള ചതി ഉപദേശങ്ങൾ ചെന്ന് വീഴല്ലേ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടിക്കാണാം പുതിയ ഒരു വചനചിന്തയുമായി. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.